എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം 100-ലധികം സിനിമകൾ അഭിനയിച്ച, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ നമ്പർ 1 മിമിക്രി താരവും പിന്നെ നമ്മുടെ സ്വന്തം കോഴിക്കോടിന്റെ അഭിമാന താരവുമായ നമ്മുടെ സ്വന്തം പ്രകാശ് പയ്യാനിക്കരയാണ് നമ്മളോടൊപ്പം ഉള്ളത്. പ്രകാശ് ഏട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭയങ്കര സന്തോഷം. പ്രകാശ് ഏട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ പറയാനുണ്ടായിരിക്കും, എനിക്ക് കേൾക്കാനും ഒരുപാടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒന്ന് പ്രകാശ് ഏട്ടനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? പ്രകാശ് ഏട്ടൻ്റെ ജനിച്ചത് എവിടെയായിരുന്നു, പ്രകാശ് ഏട്ടൻ വളർന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ചതല്ല മോളെ, പിന്നെ ഞാൻ ഭൂജാതനായതാ. ആക്ച്വലി രാജാക്കന്മാര് മഹൽ വ്യക്തികളൊക്കെ ജനിക്കുമ്പോൾ ജനിച്ചു എന്നല്ല പറയാ, പിന്നെ അത് ഭൂമിയിൽ നിന്ന് പൊന്തി വന്നു അങ്ങനെ. അതപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മഹാനാ, സ്വന്തം മഹാൻ എന്ന് അറിഞ്ഞൂടെ, ഞാനാണ് പയ്യാനിക്കരെ ഭൂജാതനായത്. അതെ. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഭൂജാതനായ നമ്മുടെ പ്രകാശ് ഏട്ടന്റെ കുറെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കിടാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പിന്നെ ഒരു ഹാസ്യ അഭിനയത്തിൽ പൊന്തിയ ഒരാളാണ്. എനിക്ക് ചെറുപ്പം മുതലേ ജനിച്ച കാലം തൊട്ടേ എനിക്ക് ഹാസ്യമുള്ള ആളാണ്. അതറിയോ നിഷക്ക്? അല്ല, അന്ന് ഈയിട്ടോ ഞാൻ ജനിച്ചപ്പോൾ പിന്നെ വടായി ഒന്നും വിടല്ലേ. അതായത് ഞാൻ ജനിച്ച 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ചോറ് കൊടുക്കലൊരു ചടങ്ങുണ്ട്. അപ്പോൾ അത് എൻ്റെ അച്ഛൻ പഴനിയിലേക്ക് നേർന്നു. പഴനി കൊണ്ടുപോയി ചോറ് കൊടുക്കുക. ഒരു മകര ചൊവ്വയ്ക്ക് പയ്യാനക്കൽ ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ അമ്മമ്മ കലങ്കരിച്ച ചോറ് കൊണ്ടുവച്ചിട്ട്, അപ്പോൾ ഞാനിങ്ങനെ ആ കമന്ന് മലക്കാനായില്ല, ആ കമന്ന് ഇങ്ങനെ കിടക്കുക. അമ്മ അതോ ഒലയിലോ അവിടെ ഇട്ട് ഇങ്ങനെ കളിക്കുക ഞാൻ സന്തോഷത്തിൽ. അപ്പോൾ അമ്മമ്മ പറഞ്ഞ്, രാധേ കലങ്കരിച്ച ചോറവിടെ കൊണ്ടുവച്ചിട്ട് കുട്ടി അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുറേ കഴിഞ്ഞ് അരച്ച് കുളിച്ചൊക്കെ വന്നിട്ട് അമ്മ വന്ന് നോക്കുമ്പോൾ ചട്ടി ഏതാ ഞാനേതാന്ന് മനസ്സിലായില്ല, ഫുള്ള് ഏതുണ്ടായി. അപ്പോൾ അതെ, ഇന്ന് രാത്രി വന്നപ്പോൾ അച്ഛനോട് അമ്മ പറഞ്ഞ്, ഇനി മോന് ഇനി ചോറ് കൊടുക്കണ്ടോ എന്ന്. നമ്മൾ പയ്യാനക്കൽ കാവുന്ന് കൊണ്ടുവന്ന് ചോറ് തിന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ, ഈ അലച്ചക്ക് ഇനി ചോറ് കൊടുക്കണ്ടാന്ന്. അലച്ചാന്ന് പറഞ്ഞാൽ മനസ്സിലായി എനിക്ക്. അലച്ചാന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുമ്പ് ആളുകൾ സംസാരിക്കുക, വിശപ്പിന് സംസാരിക്കുക. അലച്ച ഭയങ്കര വിശപ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പൊന്തി. പിന്നെ എനിക്ക് ചോറ് തന്നപ്പോഴറിയും, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ഈ കഥ എൻ്റെ ഭാര്യനോട് മല്ലിക, ഓള് ചോറ് വാരി തന്നടാ അതെന്നോ. അങ്ങനെ അവിടുന്ന് പോന്നി. എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ പയ്യാനക്കലെ ഏറ്റവും ദരിദ്ര കുടുംബമാണ് ഞാൻ. ദരിദ്രം എന്ന് പറഞ്ഞാൽ പരമദാരിദ്ര്യം. ഞാൻ പയ്യാനക്കൽ പണിയെടുക്കാത്ത ഒരു ഹോട്ടലും ഇല്ല. വെള്ളം കോരും, മേശ തുടയ്ക്കും, മീൻകാർക്ക് മുഴുവൻ പിന്നെ വെളിയിലെ കൊണ്ടു കൊടുക്കും. അതിനെന്താ വരുമാനം കിട്ടി എൻ്റെ കുടുംബം പോറ്റുന്ന ആളാണ് ഞാൻ. അങ്ങനെ ജീവിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തിരുവാതിരയ്ക്ക് വേഷം കെട്ടി പോകാൻ തുടങ്ങി. അതിൽ വേഷം കെട്ടി എങ്ങനെ ഇതാക്കി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പയ്യാനക്കൽ ഒരു മുതിർന്നവരുടെ ക്ലബ്ബ് ഉണ്ടായിരുന്നു, കൽക്കി കലാനികേതൻ മുതിർന്നവരുടെ ക്ലബ്ബ്, വിൽക്കലമാൾ ട്രൂപ്പ്. അന്ന് എനിക്കൊരു 14 വയസ്സ്. 2.5 മണിക്കൂർ കഥ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പറയണം, മനപ്പാഠം പഠിച്ചിട്ട് പറയണം. 2.5 മണിക്കൂർ. കാരണം സ്റ്റേജിൽ ലൈറ്റ് ഇട്ടാവില്ല. അപ്പോൾ എന്നോട് അതിൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു, PV മോഹൻദാസേട്ടൻ. മോഹൻദാസേട്ടൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റുമത്, ചെറുതല്ലേ ഞാൻ വയ്ക്ക് താങ്ങാൻ പറ്റും. 2.5 മണിക്കൂർ ഞാൻ കഥ പറഞ്ഞു. ഏതെല്ലൊക്കെ സാധാ മലയാളമല്ല, ഭീഷ്മർ, സീത, എങ്ങനെ എത്ര കഥ പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോഴാണ് മിമിക്രി കേരളത്തിൽ പ്രചാരത്തിലാവുന്നത്. അങ്ങനെ അപ്പം അതിലേക്ക് ഇങ്ങനെ ശ്രദ്ധ ഞാൻ കൊടുത്തു. ഞാൻ മെക്കാനിക്കാണ് ഞാൻ. അല്ല, ഈ കാര്യമാണ് ഞാൻ ജോലിയിൽ നിന്നില്ലാതെ ധന്യ പണിയാണ്. ഞാൻ റേഡിയേറ്ററിൻ്റെ പരിശുദ്ധനായ മെക്കാനിക്കാണ്. ഞാൻ 10-20 വർഷം അതാ മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുമ്പോഴും വൈകുന്നേരം മിമിക്രിയാണ്. അന്നൊന്നും ഇന്നത്തെ മിമിക്രി ആർട്ടിസ്റ്റുകളമായുള്ള മിമിക്രി അല്ല എനിക്ക്. ഡേ 5 മിമിക്രി കൊണ്ടുപോകും. രാവിലെ ഒരു മിമിക്രി, ഉച്ചയ്ക്ക് വേറെ സ്കൂള്, അത് കഴിഞ്ഞ വൈകുന്നേരം വേറെ, 12 മണിക്ക് ശേഷം വേറെ. അല്ല, ആദ്യം ഞാൻ പഠിച്ചത് സത്യൻ, സതീശ നീ മിടുക്കനാണ്, കരുത്തനാണ്, നിന്റെ ശക്തി, നിന്റെ ഫലം എന്നെക്കാൾ വലുതട, നിന്റെ തോക്ക് എനിക്ക് ചുക്കാണ്.
അന്ന് സൂപ്പർ സൂപ്പർ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വി ഡി രാജപ്പേട്ടൻ പാരഡി ഗാനങ്ങൾ. അപ്പോൾ എനിക്ക് ഭയങ്കര രാജപ്പേട്ടനെ അനുകരിച്ചിട്ട് ഞാൻ ഓരോ വീടുകളിലും അത് ഞാൻ ചെയ്യും. കൊള്ളാലോ. എന്തായാലും നമുക്ക് വി ഡി രാജപ്പൻ ചേട്ടന്റെ ആ ശബ്ദം ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് അനുകരിച്ച് കാണിക്കൂ. രാജപ്പേട്ടൻ എന്ന് പറഞ്ഞാല് എൻ്റെ ഒരു ആവേശ രാജപ്പേട്ടൻ. അത് തോന്നി. സത്യം. കാരണം രാജപ്പേട്ടൻ്റെ പാരഡികളെയൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ആദ്യ രംഗത്തേക്ക് വന്നത്. രാജപ്പേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാരഡി ആയിരുന്നു, കല്യാണി ബുക്കെടുക്കാൻ വീട്ടിൽ വന്നപ്പോൾ അവിടെ അമ്മാവൻ പാത്തു നിന്നത് ഞാൻ അറിഞ്ഞില്ല. മാനക്കേടായി, നാണക്കേടായി, ഞാൻ ഇന്നലെ സൈറ്റ് അടിച്ചത് നാട്ടിപ്പാട്ടായി. കിളവന് ഇതുവഴി കടന്നു വന്നു, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എവിടുന്ന് നുഴഞ്ഞു വന്നു. എൻ്റെ ഈശ്വര പൊന്നീശ്വര, ഈ രാത്രി വെളുപ്പിക്കാൻ ഇട നൽകണേ. എൻ്റെ ഭാവി നിന്റെ കയ്യിൽ കൊന്നു കല്യാണി, വാ വാ സഖി വാ 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 വാ. അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇങ്ങനെ ശബ്ദം അനുകരിച്ചല്ലോ. ഇനി നമ്മുടെ പ്രകാശേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പാരഡി എഴുതുകയോ പാരഡി ഗാനം പാടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? തീർച്ച. ഞാൻ ചെറുപ്പത്തില് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ തിരുവാതിരക്ക് വേഷം, അന്ന് ഞാനൊരു പാരഡി ഗാനം ഉണ്ടാക്കി. എൻ്റെ വീടിൻ്റെ അടുത്ത് പിന്നെ മീനാക്ഷി അടുത്ത് എൻ്റെ അമ്മയുടെയൊക്കെ കൂടെ പഠിച്ച മീനാക്ഷി അടുത്തിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ഒരു നായയുണ്ട്, ടോമി, നാടൻ നായ. അപ്പോൾ അത് അടുത്ത വീട്ടിലെ ഒരു പെണ്ണുങ്ങളെ കടിച്ചു. അവൾ വന്നിട്ട് പരാതി ബോധിപ്പിക്കുന്നു. അവൾ ഒരു മാപ്പിളപ്പാട്ടൊക്കെ പഠിച്ചൊരു കുട്ടി. അന്നത്തെ കാലത്തെ ഹിറ്റ് ഗാനമാണ് എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് അടുക്ക് ഓർമ്മയില്ല. അത് ഗാനം ഭയങ്കര ദുബായിക്കത്തെ. അന്നത്തെ കാലത്തെ മലയാള സിനിമയിലെ ഗാനത്തിനെ വെല്ലുന്ന രീതിയിൽ ആളുകൾ കേട്ട് ഓഡിയോ ആണത്, ദുബായിക്കത്ത്. അപ്പം ഞാൻ അതിൻ്റെ ഒരു പാരഡി ഞാൻ ആ ചെറുപ്പത്തിലുണ്ടാക്കി. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ മീനാക്ഷി കാണുവാൻ സ്വന്തം വിഭാത്തു കാട്ടുന്നത് എന്തെന്നാൽ നിന്റെ നായ ഞമ്മളെ കടിച്ചത് നീ കണ്ടോ മീനാക്ഷിയേ. ഇന്നലെ വൈകുന്നേരം ഇടബൈക്ക് പോരുമ്പോ നമ്മളെ പിന്നാലെ നായി പാഞ്ഞല്ലോ. അത് കണ്ട് ഞമ്മള് തെക്കോട്ട് ഓടിയപ്പോ അവിടെ തന്നെ അങ്ങ് വീണങ്ങ് പോയല്ലോ. അവിടെ നിന്ന് തട്ടിമുട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ നമ്മളെ തട്ടപ്പാ മാറ് നായിൻ്റെ തൊള്ളയിലാണ്. ലാൽ കമൽ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കൊട്ടയും കൊട്ടക്കനും പടപ്പ് 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 ആ പടച്ചോന്റെ പടപ്പ് 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 ആ പടച്ചോന്റെ പടപ്പ്. 10 ആൾക്കൊരു മെത്താള് സബുറാക്കൻ്റെ ഉസ്താദ്. 10 ആൾക്കൊരു മെത്താള് സബുറാക്കൻ്റെ ഉസ്താദ് ഉസ്താദ്. പടപ്പ് 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 ആ പടച്ചോന്റെ പടപ്പ് 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 ആ പടച്ചോന്റെ പടപ്പ്.